റോമൻ റൈൻസ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവർക്ക് തമ്മിൽ വീണ്ടും ചാമ്പ്യൻഷിപ്പ് മാച്ച് WWE സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മാച്ച് എന്നാണ് എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ റാൻഡി ഓർട്ടന് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഇപ്പോൾ WWE ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്ലാൻ ഏതാണെന്നും ആ പ്ലാൻ വന്നാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ റോക്കിന്റെ റിട്ടേൺ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഭയങ്കരമായ റൂമർ എല്ലാം പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എന്തുകൊണ്ടാണ് സാമി സൈൻ വേഴ്സസ് ഗുന്തർ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് റോ എപ്പിസോഡിൽ WWE കൺഫേം ചെയ്തത്, എന്തുകൊണ്ട് സ്പെഷ്യൽസിൽ ഈ മാച്ച് വെച്ചില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ WWE ഇവരുടെ മാച്ച് മറ്റൊരു പ്ലാനാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് സാമി സൈന് സൗദിയിൽ മാച്ച് കൊടുക്കാനാണ് WWE പോകുന്നത്. നവംബർ 2-ാം തീയതി നടക്കുന്ന ക്രൗൺ ജുവലിൽ വേൾഡ് ചാമ്പ്യൻ ഗന്തർ വേഴ്സസ് സാമി സൈൻ ഈ മാച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മാച്ച് റോ എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനോ അല്ലെങ്കിൽ അതായത് ലൂബി കൈസർ എങ്ങാനും വന്ന് അറ്റാക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് ഇവർക്ക് ക്രൗൺ ജുവലിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാനാണ് WWE പോകുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാമി സൈനിന് അവിടെ വേറെ ലെവൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ സാമി സൈനിന് ക്രൗൺ ജുവലിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കാനാണ് പ്ലാൻ എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കൺഫേം ആയിട്ട് നടക്കുമെന്നല്ല, ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ CM പങ്ക് ചാലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ഗന്തറിന്. CM പങ്കിൻ്റെ മാച്ച് എന്നാണ് എന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ മുൻപ് പറഞ്ഞ അതേ ന്യൂസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് സർവൈവർ സീരീസിൽ CM പങ്ക് വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഗന്തർ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് WWE സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇപ്രാവശ്യമൊന്നും സർവൈവർ സീരീസിൽ റോ വേഴ്സസ് സ്മാക്ക് ഡൗൺ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി ആ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഒഴിവാക്കും. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി റാൻഡി ഓർട്ടന് കിട്ടാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് പ്ലാനിനെ പറ്റി പറയാം. അപ്പോൾ ആ പ്ലാൻ എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റിന്റെ കൂടെ റാൻഡി ഓർട്ടന് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനാണ് WWE സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രിപ്പിൾ ത്രെഡ് പ്ലാൻ പോകുന്നുണ്ട്. ആൻഡ്രോയിഡ്, കാർമെലോ ഹെയ്സ്, LA നൈറ്റ്. ഈ ഒരു സ്റ്റോറി എല്ലാം തീർന്നതിന് ശേഷം റാൻഡി ഓർട്ടനെ LA നൈറ്റിന്റെ മാച്ചിൽ ആഡ് ചെയ്തുകൊണ്ട് LA നൈറ്റുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇവർ കൺഫേം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ LA നൈറ്റിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് ഏകദേശം മനസ്സിലാകും എന്താണ് സംഭവിക്കുക എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് നാൾ കൂടി LA നൈറ്റ് ചാമ്പ്യനായി മുന്നോട്ട് പോയതിന് ശേഷം റാൻഡി ഓർട്ടന്റെ കൂടെ സ്റ്റോറി വന്നു കഴിഞ്ഞാൽ ആ മാച്ച് ചിലപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ മാച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് റാൻഡി ഓർട്ടന് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടനെ ഈ പ്ലാൻ വരാണെങ്കിൽ റാൻഡി ഓർട്ടൻ ജയിക്കാനുള്ള ചാൻസ് വളരെയധികം കുറയും. അപ്പോൾ ഈ മാച്ച് ഈ പ്ലാൻ എന്തായാലും വരുമെന്നാണ് പറയുന്നത്. നോക്കാം ഉടനെ പ്ലാൻ കൊടുക്കുമോ അതോ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണോ റാൻഡി ഓർട്ടന്റെ കൂടെ മാച്ച് വരിക എന്ന്. ഇനി റോമൻ റൈൻസ്, WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവർക്ക് വീണ്ടും വരാൻ പോകുന്ന മാച്ചിനെ പറ്റി പറയാം. ഇപ്പോൾ ഇവർ ടാഗ് ടീം ആയിക്കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാം കണ്ടിന്യൂ ചെയ്ത് അവസാനം ഇവർക്ക് തമ്മിൽ വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാനാണ് പോകുന്നത്. അത് സൗദിയിൽ നടക്കാൻ പോകുന്ന ക്രൗൺ ജുവൽ സ്പെഷ്യൽസിലാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരിക. അപ്പോൾ ശത്രുക്കളായിട്ടല്ല ഈ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ ചാൻസ് ഉള്ളത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കോഡി റോഡ്സ് മാച്ച് കൊടുക്കുന്നത് പോലെയായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് എന്തായാലും സൗദിയിൽ നടത്തുമെന്നാണ് പറയുന്നത്. കാരണം സൗദിയിൽ ക്രൗൺ ജുവലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈപ്പുള്ള മാച്ചുകളൊക്കെ വേണം. അതുകൊണ്ട് കോഡി വേഴ്സസ് റോമൻ മാച്ച് ഒരു പ്രാവശ്യം കൂടി WWE നടക്കാനും അത് സൗദിയിൽ കൊണ്ടുപോകാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ആരാണ് സർപ്രൈസായി റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് റോക്കാണ് സർപ്രൈസ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമറെല്ലാം വരുന്നുണ്ട്. എന്നാൽ ചില റൂമറിൽ ജിമ്മി യൂസോയാണ് സർപ്രൈസായി റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ ആ ഒരു ടാഗ് ടീം മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ജിമ്മി യൂസോ റിട്ടേൺ ചെയ്യുമെന്ന്. അപ്പോൾ ജിമ്മി യൂസോ അല്ലെങ്കിൽ റോക്ക് ഇങ്ങനെയാണ് പേരെല്ലാം വരുന്നത്. നോക്കാം ആരാണ് ആ സർപ്രൈസ് റിട്ടേൺ എന്ന്. എന്തായാലും ഇത് കോഡി റോഡ്സ് തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.